എന്ത്? ജയയുടെ പ്രേതം നീ കണ്ടെന്നോ? നിനക്കങ്ങനെ തോന്നിയതായിരിക്കും ജാസ്മിൻ. തോന്നലൊന്നും അല്ല, ഞാൻ കണ്ടത് തന്നെയാ. എന്റെ മുന്നിൽ വന്ന് നിന്ന് ജയ എന്നെ ഭയപ്പെടുത്തി. അവിടുന്ന് പേടിച്ച് തിരിഞ്ഞ് ഞാൻ ഓടി സ്റ്റെപ്പിൽ നിന്ന് വീണ് എന്റെ ബോധവും പോയി. അവളെ കണ്ടതിന്റെ പേടിതേ ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. ജാസ്മിൻ, ഇന്നലെ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവളുടെ ഒരു ബർത്ത്ഡേക്ക് നീയും ഞാനും കൂടി ബർത്ത്ഡേ വിഷസ് പറഞ്ഞ് കളിയാക്കിയതല്ലേ? അത് നിനക്ക് ഓർമ്മയില്ലേ? ആ, അതെനിക്ക് ഓർമ്മയുണ്ട്. നീയാണ് അവളെ കളിയാക്കാനുള്ള പ്ലാൻ അന്നുണ്ടാക്കിയത്. ഇന്നലെ കിടന്നപ്പോ നീ അതെല്ലാം വീണ്ടും അറിയാതെ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിച്ചു കിടന്ന നീ ജയ നിന്നെ ആക്രമിക്കാൻ വരുന്നതായി സ്വപ്നം കണ്ടു. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഓ, ഞാൻ ഇങ്ങനെ പറഞ്ഞാ ബോധ്യപ്പെടുത്തേണ്ടത്. ഇത് സ്വപ്നമൊന്നും അല്ല. അപ്പോ ജയ നേരിട്ട് വന്ന് നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് നീ വിശ്വസിക്കുന്നത്? കണ്ണില് കണ്ടതും നേരിട്ട് അനുഭവിച്ചതും ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ശരി, ജയ വന്നതിന് എന്റെ കണ്ണുകൾ മാത്രമേ സാക്ഷിയായുള്ളൂ. പക്ഷേ ഗായത്രിയമ്മ വന്നത് എന്റെ മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഗായത്രിയമ്മയ്ക്ക് ഇവിടെ വരാൻ സാധിക്കുമെങ്കിലേ ജയയ്ക്കും ഇവിടെ വരാം. അവരുടെ സാന്നിധ്യം മാത്രമല്ല, അവര് രണ്ടുപേരും പാർവതിയെ സംരക്ഷിക്കാനാ ഇവിടെ വരുന്നത്. എന്റെ ബലമായ വിശ്വാസം, നമ്മള് പാർവതിയെ കൊല്ലാനൊരുക്കിയ പല പദ്ധതികളും പരാജയപ്പെട്ടത് ജയയുടെയും ഗായത്രി ദേവിയുടെയും ആത്മാക്കളുടെ ഇടപെടൽ കൊണ്ടാവുമെന്ന. അവരുടെ ആത്മാക്കളെ കൂടെ ഉള്ളപ്പോ നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഏട്ടാ. ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്താം. പക്ഷേ ഈ ജയിലിനുള്ളിൽ കിടന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ജാസ്മിൻ. നീ ആദ്യം എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ നോക്ക്. എത്രയും പെട്ടെന്ന് എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കണം. നീ അതിനുള്ളൊരു വഴി കണ്ടെത്തിയേ പറ്റൂ. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ചേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഒരു വഴി ഞാൻ കണ്ടെത്താം. ജാസ്മിൻ പറഞ്ഞതുപോലെ ഗായത്രി ദേവിയുടെ ആത്മാവ് വീഡിയോയിൽ പതിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം ചേച്ചി. ജാസ്മിന്റെ മൊബൈലിൽ പതിഞ്ഞത് സാരമില്ല. മാത്രമല്ല, ആ ഫോൺ കേടാവുകയും ചെയ്തു. ആ സ്ഥാനത്ത് പാർവതിയുടെയോ വിശാലിന്റെയോ മൊബൈലാണ് പതിഞ്ഞെങ്കിലും ആ വീഡിയോയിൽ ഗായത്രി ദേവി നമ്മൾ അവർക്കെതിരെ നടത്തിയ പ്രവൃത്തികളെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അത് നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വലിയൊരു തെളിവായിട്ട് മാറില്ലേ? എന്താ ചേച്ചി? ചേച്ചി ഞെട്ടിപ്പോയോ? പ്രതാപ, നീ പറഞ്ഞതുപോലെ വല്ലതും സംഭവിക്കോ? സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. സംഭവിച്ചാൽ ഗായത്രി ദേവിയുടെ ആത്മാവ് ഇനി ഈ വീട്ടിൽ വരാൻ പാടില്ല. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും കൊടിയ മന്ത്രവാദിയെ കൊണ്ട് അവളുടെ ആത്മാവിനെ ബന്ധിക്കണം. അങ്ങനെ ഗായത്രി ദേവിയുടെ ആത്മാവിനെ ബന്ധിക്കാൻ പ്രാപ്തനായ ഒരു മന്ത്രവാദി ഇന്നത്തെ കാലത്ത് എവിടുണ്ട്? എവിടെ പോയി കണ്ടെത്തും? കണ്ടെത്തണം പ്രതാപ, കണ്ടെത്തിയേ തീരൂ. ചത്താലും അവളെ കൊണ്ടുള്ള ശല്യം തീരുന്നില്ലെങ്കിൽ ആ ശല്യവും നമുക്ക് അവസാനിപ്പിക്കണം. ആ, കൊല്ലുന്നത് പോലെ അത്ര എളുപ്പമാവില്ല ആത്മാവിനെ ബന്ധിക്കുന്നത്. ആന്റി, ജാസ്മിൻ, നീ എന്തിനാ വാതിലടച്ച് കുറ്റിയിട്ടത്? എന്തുപറ്റി? പേടിച്ചു പോയോ? ഞങ്ങൾ എന്തിനാ നിന്നെ പേടിക്കുന്നേ? അല്ല, നീ എന്തിനാ വാതിലടച്ച് കുറ്റിയിട്ടത്? അത് പറ. പുറത്താരും കേൾക്കാൻ പാടില്ലാത്തൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്.
എന്ത് കാര്യം? ഏട്ടന്റെ കാര്യം. പാവം, ജയിലിൽ കഴിയാൻ തുടങ്ങിയിട്ട് എത്ര മാസമായി. ജിതനേട്ടനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. അതിനിപ്പോ ഞാൻ മാത്രം വിചാരിച്ച പോരാ, നിങ്ങൾ എന്നെ സഹായിക്കണം. സഹായിക്കണമെന്നല്ല, സഹായിച്ചേ തീരൂ. ഞങ്ങളിപ്പോ എങ്ങനെ സഹായിക്കാന്? ആ കേസ് ഒരു വല്ലാത്ത ഊരാ കൊടുക്കല്ലേ. അതിൽ നിന്നൊക്കെ ജിതിനെ രക്ഷപ്പെടുത്തി എടുക്കാന്ന് പറഞ്ഞാ അതത്ര ഈസി ഒന്നുമല്ല, അല്ലേ ചേച്ചി? ആ അതെ അതെ, അവന്റെ കേസിൽ ഇടപെടുന്നത് തന്നെ ബുദ്ധിയല്ലെന്നാ എന്റെ അഭിപ്രായവും. മോളെ ജാസ്മിൻ, ദേ പറയുന്നതിൽ നിനക്ക് വിഷമമൊന്നും തോന്നരുത്. ജത്തിന്റെ കാര്യത്തില് ഞങ്ങൾക്ക് ഒരു വിധത്തിലും ഇടപെടാൻ പറ്റില്ല. സോറി മോളെ. ഓഹോ, നിങ്ങളെ രണ്ടുപേരും കൊള്ളാലോ. ഏത് കാര്യത്തിനും എനിക്കൊപ്പം ഉണ്ടാകുന്ന വാക്ക് പറഞ്ഞിട്ട് നിങ്ങളിപ്പോ കൈ കഴുകി രക്ഷപ്പെടുന്നോ? ഏത് കാര്യത്തിനും നിനക്കിപ്പോ ഉണ്ടാവുമെന്ന് പറഞ്ഞത് ശരി തന്നെയാ. എന്ന് കരുതി ഇതുപോലൊരു കൊലക്കേസിൽ ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല മോളെ. എത്ര നിസ്സാരമായിട്ടാ നിങ്ങളിത് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി കൂടിയാ ജിതനേട്ടൻ ജയിലിൽ കിടക്കുന്നത്. അത് നിങ്ങൾ മറക്കരുത്. ഇപ്പൊ ജിതനേട്ടന് വേണ്ടി ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടായി അല്ലേ? അതെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും എനിക്കറിയണ്ട. ജിതിനേട്ടനെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം. അതിന് നിങ്ങൾ ഈ കേസിൽ ഇടപെടണം. ഇടപെടും. എന്താ ജാസ്മിൻ, ഭീഷണിയാണോ? മര്യാദയ്ക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ചെവിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഭീഷണി തന്നെയാണ് ഇനിയുള്ള മാർഗം. എന്ത് ഭീഷണി? നീ ഞങ്ങളെ എങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്നാ? നീ ഭീഷണിപ്പെടുത്തിയാലുടനെ ഞങ്ങളങ്ങ് വരണമെന്നാണോ? അതുകൊണ്ട് ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട ജാസ്മിൻ. ഉമ്മാക്കിയൊന്നും അല്ല ആന്റി, തെളിവുകളാണ്, തെളിവുകൾ. ഈ പെൻഡ്രൈവ് കണ്ടോ? ഇതിലുള്ളിലെ നിങ്ങള് ഈ കുടുംബത്തിനെതിരെ നടത്തിയതും ഇനി നടത്താൻ പോകുന്നതുമായിട്ടുള്ള ചതിയുടെ കഥകളാണ്. ഇതൊന്നും ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. നിങ്ങൾ അനിയനും ചേച്ചിയും കൂടെ ഡിസ്കസ് ചെയ്തതാ. നിങ്ങളുടെ ആ സംഭാഷണം ഞാൻ എന്റെ മൊബൈൽ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു വെച്ചു. പക്ഷേ ആ പാർവതി കാരണം ഞാൻ രഹസ്യമായി ചെയ്ത ആ പ്രവൃത്തി പുറത്തായി. നിങ്ങളെക്കാൾ ഒരു മുഴം മുന്നേ ചിന്തിക്കുന്നവളാണ് ഞാനെന്ന് നിങ്ങൾ ഓർത്തില്ല. നിങ്ങള് ഈ കുടുംബത്തിനെതിരെ സംസാരിക്കുന്ന വീഡിയോ നഷ്ടപ്പെട്ട എനിക്ക് നിങ്ങൾക്കെതിരെയുള്ള വലിയൊരു പിടിവള്ളിയാണ് നഷ്ടപ്പെടുക എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോയുടെ ഒരു കോപ്പി അപ്പൊ തന്നെ ഞാൻ പെൻഡ്രൈവിലാക്കിയിരുന്നു. ആ പെൻഡ്രൈവാണ് ഇത്. ജിതിനേട്ടനെ രക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ പെൻഡ്രൈവിലെ വിഷ്വൽസ് ഇവിടെ എല്ലാവരെയും ഞാൻ കാണിക്കും. ശരിക്കും നിങ്ങൾ ആരാണെന്ന് ഇവിടെ ഉള്ളവരെ അറിയിക്കും. നിങ്ങളുടെ മുഖംമൂടി ഞാൻ പിച്ച് ചീന്തും.
അയ്യേ കഷ്ടം. അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ജാസ്മിനെ, നീ ഇപ്പൊ കാണിച്ചത് ട്രെയിലർ. ഞങ്ങളിപ്പോ കാണിക്കാൻ പോകുന്നത് സിനിമയാ. സിനിമ. ഏ? ചേച്ചി, എന്തോ അതൊന്നും എടുത്ത് കാണിച്ചു കൊടുത്തേ. ദാ നോക്ക്. ജാസ്മിൻ, ഈ വീഡിയോ ഞാൻ വിശാലിനെയും പാർവതിയും ഈ വീട്ടിലുള്ള മറ്റുള്ളവരെയും കാണിക്കട്ടെ? ഈ വീഡിയോ അവര് കണ്ട ആ നിമിഷം നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എടി, ഈ വീഡിയോ പ്രതാപൻ റെക്കോർഡ് ചെയ്ത് എനിക്ക് തന്നിട്ട് പോലും ഇത് ഞാൻ ആരെയും കാണിച്ചില്ല. അതെന്താണെന്നോ? നിന്നെ ഒറ്റ കൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാ. എടി, നീയും ഞാനും ഒക്കെ രാക്ഷസ ജാതിയാ. അത് നീ മറക്കരുത്. നിന്നെ ഞങ്ങൾ ഒറ്റില്ല. നീ ഞങ്ങളെ ഒറ്റാൻ നോക്കിയാൽ തീർത്തുകളയും ഞാൻ. അതുകൊണ്ട് തെളിവും പ്രമാണങ്ങളും ഒക്കെ ആയി മക്കള് ചെല്ല്. ഇറങ്ങിപ്പോവാൻ. ഈ സാരി കൊള്ളാലോ. ഇത് ഉടുത്തു നോക്കിയാലോ? എനിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യില്ലേ? ഇത് ഉടുത്തു നോക്കാം. വിപിൻ സാറേ, വിപിൻ സാറേ, ഒന്ന് വന്നേ. എന്താ കാര്യം? ഒന്ന് വന്നേ. നീ കാര്യം പറയ്. ഒന്ന് വാ സാർ, പ്ലീസ്. ഒന്ന് വന്നേ. എന്താ പല്ലവി, എന്താ വേണ്ടത്? ഈ സാരിയുടെ പ്ലേറ്റ് ഒന്ന് പിടിച്ചു തരൂ. പ്ലേറ്റ് പിടിച്ചു തരാനോ? ഞാനോ? ഒന്ന് പിടിച്ചതാ സാറേ. നീ എന്ത് കോപ്രായി കാണിക്കുന്നേ? ഞാനേ ഈ സാരി ഒന്ന് എടുത്തു നോക്ക്. ഈ സാരി എനിക്ക് നന്നായി ചേരില്ലേ? സാർ ഒന്ന് സഹായിക്കുന്നേ. ഞാനതൊന്ന് കൊടുക്കട്ടെ. ഒന്ന് പിടിച്ചതാ സാറേ. പല്ലവി, ഞാൻ ഇതാരെങ്കിലും കാണും. ആരും കാണില്ല. സാർ ഇതൊന്ന് പിടിച്ചേ.
ഒന്ന് പേടിച്ചതാ. അതെ വിപിൻ സാറേ, അടുത്ത വർഷം ഉണ്ടല്ലോ, ഈ സാരി കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വിപിൻ സാറിന് അറിയോ? എന്ത് ചെയ്യും? അടുത്ത വർഷം ഈ സാരി കൊണ്ട് ഞാൻ കുഞ്ഞിന് തൊട്ടിൽ കിട്ടും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായാ ഓക്കെ, അല്ലാതെ കല്യാണം കഴിയുന്നതിന് മുമ്പേ ഉണ്ടാവുകയാണെങ്കിലേ നീ ഈ സാരിയിൽ കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും. അതെ, ഈ പ്ലീറ്റ് പിടിക്കലൊന്നും എനിക്ക് പറ്റിയ പണിയല്ല. ഞാൻ പോവാ. സാർ പോവല്ലേ? ഇങ്ങനൊരു സാധനം ഒന്ന് പ്രേമിക്കാൻ തുടങ്ങുമ്പോ അപ്പ ഓടിക്കളയും. കൊള്ളാം. ജതിന് അനിയത്തിയാ. ജാസ്മിൻ പറയൂ. ചേട്ടാ, ആ പ്രഭാവതി ആന്റിയെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവര് നമ്മളെ ചതിക്കായിരുന്നു. നമ്മൾ വെറും വിട്ടികളായിരുന്നു ചേട്ടാ. എടീ, നീ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ച് പറ. അവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഏട്ടനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പ്രഭാവതി ആന്റിയുടെ സഹായം വേണമെന്ന് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. അന്നേരം അതൊന്നും അവരെ കൊണ്ട് സാധിക്കില്ലെന്ന് പറഞ്ഞ് അവരെന്നെ ആട്ടി, എന്നെ ഭീഷണിപ്പെടുത്തി. നമ്മൾ എന്തുദ്ദേശത്തിലാ ഈ വീട്ടിലേക്ക് വന്നതെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അവരേത് നിമിഷവും നമുക്കിട്ട് പണിയും. അവര് ഡേഞ്ചറാണ് ഏട്ടാ. ഇനി അവരെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് തന്നെ ആപത്താ. പ്രഭാവതിയെയും പ്രതാപനെയും അങ്ങ് തീർത്ത് കളഞ്ഞാലോ ഏട്ടാ? ഏയ്, അത് വേണ്ട. പിന്നെ പിന്നെ ഞാൻ എന്ത് വേണം? എല്ലാം അവസാനിപ്പിച്ച് എന്റെ മോഹങ്ങളൊക്കെ മനസ്സിലൊതുക്കി ഇവിടെ നിന്ന് പടിയിറങ്ങണം. അങ്ങനെ ഇറങ്ങേണ്ടി വന്ന ജാസ്മിൻ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ചാവുന്നതാ നല്ലത്. വിശാലിന് വിവാഹം കഴിച്ച് ഇവിടത്തെ സ്വത്തുക്കളെ നേടിയെടുക്കണം എന്നുറച്ചാണ് ഞാനിവിടെ വന്നിട്ടുള്ളതെങ്കിൽ എനിക്കത് നേടിയെടുക്കണം. അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. പ്രഭാവതി, നീ അങ്ങ് വിട്ടേക്ക്. നീ പിടിമുറുക്കേണ്ടത് വിശാലിനെയാണ്. നിന്നെ വിവാഹം കഴിക്കാമെന്ന് അവൻ വാക്ക് തന്നിട്ടുള്ളതാണല്ലോ. അതെന്തായിന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അവനോട് ചോദിക്കണം. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയേ പറ്റൂന്നും പറഞ്ഞ് നീ വാശി പിടിക്കണം. അവനെ കൊണ്ട് വിവാഹത്തിനുള്ള ഒരു ഡേറ്റ് നീയായിട്ട് തന്നെ പറയിപ്പിക്കണം. അതാണ് നിന്റെ മിടുക്ക്. അതിന് നിനക്ക് സാധിക്കില്ലേ ജാസ്മിൻ? എനിക്ക് സാധിക്കും. അവനെ ഒഴിഞ്ഞു മാറാൻ നീ വിടരുത്. ഇല്ല, ഇപ്പൊ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടനെ വിളിക്കാം. ജാസ്മിൻ പുതിയ നാടകത്തിനുള്ള ഒരുക്കത്തിലാണല്ലോ. ഇത് ഇപ്പൊ തന്നെ പാറുവിനെ അറിയിക്കണം. പാറു, എന്താ മണിക്കുട്ട പറയേ? നീ ഇങ്ങനെ ഇവിടെ വീട്ടു ജോലിയും ചെയ്ത് കഴിഞ്ഞോ? അവിടെ ജാസ്മിൻ നിന്റെ ഭർത്താവിനെ വിവാഹം കഴിക്കാൻ പദ്ധതി ഇടുന്നുണ്ട്. നീ എന്താ പറഞ്ഞത്? ജാസ്മിൻ എന്റെ ഭർത്താവിനെ, എന്റെ വിശാൽ സാറിനെ വിവാഹം കഴിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെന്നോ? അതെ. നീ എന്തിനാ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസായില്ലേ? ഏയ്, എനിക്ക് നിന്നെ അവിശ്വാസമൊന്നുമില്ല. പിന്നെന്താ ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നെ അറിയിച്ചിട്ടും നിനക്ക് തീരെ ചൂടില്ലാത്തത്? ഞാൻ എന്തിനാ ചൂടാവുന്നേ? എന്റെ പാറു, നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ജാസ്മിൻ നിന്റെ ഭർത്താവിനെ സ്വന്തമാക്കും കേട്ടോ? പിന്നെ അതിന് ഇച്ചിരി പുളിക്കും. ഉന്നാര മണിക്കുട്ട, വിശാൽ സാറിനെ സ്വന്താക്കാൻ വേണ്ടി ജാസ്മിൻ ഇതിനു മുമ്പ് എത്ര പദ്ധതികൾ ഒരുക്കി. എന്നിട്ട് എന്തായി? എല്ലാം പരാജയപ്പെട്ടില്ലേ?
വിശാൽ സാറിനെ വശത്താക്കാൻ വേണ്ടി, വിശാൽ സാറിന്റെ മനസ്സ് കീഴടക്കാൻ വേണ്ടി അവൾ എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. എന്നിട്ട് എന്തായി? അവളുടെ ഏതെങ്കിലും ഒരു അടവിൽ വിശാൽ സാറ് വീണോ? ഇല്ലല്ലോ. വിശാൽ സാറ് അതൊന്നും കണ്ട ഭാവം പോലും നടിച്ചില്ല. അതുകൊണ്ട് ജാസ്മിൻ ഇനി എത്ര പദ്ധതി ഒരുക്കിയാലും എനിക്കതിലൊരു പേടിയുമില്ല. ദേ, നിനക്ക് വേറെ വല്ല കാര്യം പറയാനുണ്ടെങ്കിൽ അത് പറ. പാറു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അവിടെ എല്ലാരും കൂടി ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അവരൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നീ അവിടെ ചെന്നാൽ നിനക്ക് നിന്റെ ഭർത്താവിനെ ജാസ്മിനിൽ നിന്ന് രക്ഷിക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നീ ചിന്തിക്കേ. ശരി, ഞാൻ പോയി നോക്കാം. അതാ നല്ലത്. നീ വേഗം ചെല്ല്.